ഓക്കെ. നമസ്കാരം. നമ്മളോടൊപ്പം കൃപ മാഡം ഉണ്ട്. കൃപ മാഡം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഏറ്റവും മികച്ച ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. മുമ്പ് കൊറോണ അടക്കം വന്നപ്പോൾ നമ്മുടെ സമൂഹത്തെ ചേർത്ത് നിർത്താനും ഒരുപാട് സേവനങ്ങൾ മാഡം സോഷ്യൽ മീഡിയയിൽ അടക്കം കൂടി ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വിഷയത്തിലും ഒരുപാട് ഇഫക്റ്റീവായ നല്ല ഇടപെടൽ പോസിറ്റീവായി നടത്തിയിട്ടുള്ള നിമിഷപ്രിയയെ വ്യക്തിപരമായി അറിയുന്ന സൗഹൃദമുള്ളൊരു വ്യക്തിയാണ് കൃപ മാഡം. മാഡത്തിന് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. മാഡം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും കാര്യങ്ങളും ഒന്ന് പറയാമോ? ഓക്കെ. ഞാൻ ഇപ്പോ നിമിഷപ്രിയയുടെ കാര്യം കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. നല്ല ഫ്രണ്ട്ഷിപ്പിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് നിമിഷപ്രിയ. അവസാന നിമിഷങ്ങളിൽ എനിക്ക് നിസ്സഹായ അവസ്ഥ കൊണ്ട് എനിക്ക് അതിൽ ഇടപെടാൻ പറ്റാത്തൊരു അവസ്ഥ വന്നതുകൊണ്ട് ഞാൻ മാറി നിൽക്കുക ചെയ്തത്. കുറച്ചു പേർക്ക് അറിയാം, നമ്മുടെ കേരളത്തിൽ ഒരു 2021 ഞാൻ ലൈവ് ഇടുകയും അതെല്ലാവരും ഷെയർ ചെയ്തു കൊണ്ടുപോയി നമുക്ക് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ഒരു സ്റ്റേ മേടിക്കാനൊക്കെ സാധിച്ചു. വിങ്സ് കേരള എന്ന് പറയുന്ന ഒരു സംഘടന ഇടപെട്ടിട്ടാണ് എനിക്ക് സൂം മീറ്റിംഗ് വഴി നിമിഷപ്രിയയോട് സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് ആ കുട്ടി എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ തുടങ്ങി ആ കുട്ടിയോട് പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ മാത്രം ഞാൻ ലൈവ് ഇടുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ സത്യം പറയണേന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ അന്ന് ഒരു പേപ്പറിൽ എഴുതിയെടുത്തിരുന്നു. ഇപ്പൊ അത് എൻ്റെ കയ്യിൽ കാണാനില്ല. പക്ഷെ എൻ്റെ ഓർമ്മ വെച്ചിട്ട് അന്നത്തെ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തതുകൊണ്ടും എൻ്റെ ആ പഴയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഇപ്പൊ ഒരു പുതിയ അക്കൗണ്ട് ചെറുത് തുടങ്ങിയത് കൊണ്ടും ഇപ്പൊ എനിക്ക് അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ അത് ഒരു ചെറിയൊരു തെളിവായിട്ട് തരാൻ പറ്റുന്നത്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം. എങ്കിലിപ്പോൾ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആ കുട്ടി എന്നോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എന്റെ ഓർമ്മയിൽ നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. മാഡത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റും കൂടെ പറയാമെങ്കിലേ, മാഡം ഇപ്പൊ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്? ഇറ്റലിയിലാണ് വർക്ക് ചെയ്യണത്. അന്നും ഇറ്റലിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. എങ്കിലും ഇറ്റലിയിലെ എവിടെ നിന്നാണ്? റോമിനടുത്ത് ജോലി ചെയ്യുന്നു. ഞാൻ മാതാപിതാക്കളെ നോക്കുന്ന ഒരു ജോലിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷപൂർവ്വം ജോലി പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മാഡത്തോട് സംസാരിച്ച ഉടനെ തന്നെ ഞാൻ ദേശീയ മാധ്യമങ്ങളായ NDTV അടക്കമുള്ള സ്ഥലത്ത് വിളിച്ച് സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ മാഡത്തിന്റെ ഭാഷയെ തന്നെ നമുക്കത് കേൾക്കാം. നിമിഷപ്രിയ അല്ല യഥാർത്ഥത്തിൽ ഇത് ചെയ്തതെന്നും അത് ഒരു ആക്സിഡന്റിലായി ഇങ്ങനെ വന്നതെന്നും മറ്റൊരാൾ ഇതിന് ഉത്തരവാദിയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. പ്ലീസ്. അന്ന് നിമിഷപ്രിയ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് അന്ന് എഴുതിയെടുക്കാനോ, അന്ന് ലൈവിൽ എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ്, വാക്കുകൾ ഒരിക്കലും മാറുന്നില്ല. അന്ന് പറഞ്ഞത് ഇവര് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഷെയർ വേണം, നമുക്ക് ക്ലിനിക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഈ നിമിഷപ്രിയനെ, അന്ന് ഇവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ നമുക്ക്, അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ ഹോസ്പിറ്റലിലെ ഓണറും ഈ തലാൽ എന്ന് പറയുന്ന ഓണറുമായി കയ്യൊപ്പായിട്ട് നമ്മുടെ നിമിഷപ്രിയനെ കോണ്ടാക്ട് ചെയ്ത് 34 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ 3:3:3 എന്ന അനുപാതത്തിൽ ഷെയർ വിഹിതം എടുക്കാന്നുള്ള രീതിയിൽ ഓക്കെ പറഞ്ഞു. കാരണം അവിടെ നേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു വർക്ക് അവൾ ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് അതിന് സാധിക്കും. അപ്പോൾ അങ്ങനെ 34 ലക്ഷം രൂപ ഭർത്താവായ ടോമി നമ്മുടെ നാട്ടിൽ നിന്ന് നിമിഷപ്രിയ വന്നപ്പോൾ കൊടുത്തയക്കുക ചെയ്തത്. അങ്ങനെയാണ് അന്ന് പറഞ്ഞത്. പിന്നെ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ട്രാപ്പാണെന്ന് മനസ്സിലായത്. 3:3:3 എന്നുള്ളത് ഈ 3:2 എന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ 2-3 കൂടിയും നമ്മുടെ നിമിഷപ്രിയയുടെ ഒപ്പിട്ട് മേടിക്കുന്ന തലാൽ ചെയ്തത്. അപ്പൊ അത് അവൾക്ക് ഡൗട്ടായപ്പോൾ അതിന്റെ അന്ന് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ തന്നിരുന്നു ആ ഡോക്യുമെന്റ്. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് വിഷയങ്ങൾ അവൾക്ക് മനസ്സിലായി. പിന്നെ അവളെ ഒരുപാട് ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു നിയമം കൊണ്ടുവരണം. കാരണം നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീയാണ്, നമ്മുടെ കുഞ്ഞാണ്. അപ്പോൾ അതിൽ ടോർച്ചറിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചു തലാലിനെ, അവർക്ക് സ്വത്ത് സ്വന്താക്കാൻ. അമ്മയും അപ്പനും അവരുടെ വാപ്പയും ഉമ്മയും സപ്പോർട്ടായിരുന്നു. ആദ്യം ഇവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു, സർവീസൊക്കെ ചെയ്യണത് കൊണ്ട്. പാസ്പോർട്ടൊക്കെ മേടിച്ചു വെച്ചു ഇവളുടെ. അതുകൊണ്ട് ഇവൾക്ക് വേറൊരാളായിട്ട് കോണ്ടാക്ട് ചെയ്ത് പുറത്തേക്ക് ചാടാൻ ഇന്ത്യൻ എംബസി ഇല്ല, അറിയാലോ. അപ്പൊ അതിന്റെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവള് മാക്സിമം ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ രക്ഷയില്ല, വിധി വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇതിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവര് ഓരോ കാര്യങ്ങളും ചുരുളഴിയണ പോലെ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. അന്നത്തെ ആ ഒരു ഇത് സത്യമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ് ആള് സംസാരിച്ചത്. ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിമിഷപ്രിയ പറഞ്ഞത്, അന്നുണ്ടായ സംഭവത്തില് ഒരു ഹനാൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. എന്നും ഈ
നമ്മുടെ തലാല് എന്നെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആവശ്യം വരുമ്പോൾ ഈ നിമിഷപ്രിയയുടെ അടുത്ത് ഇഞ്ചക്ഷന് വേണ്ടി ചെല്ലുമായിരുന്നു. അപ്പോൾ ഈ നിമിഷപ്രിയ നമ്മുടെ വാച്ച്മാനോട് ഷെയർ ചെയ്തു ഇവരുടെ ടോർച്ചറിങ് അത്രമാത്രം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ബോധം കെടുത്തിയിട്ട് എനിക്ക് തന്നാൽ മതി, എങ്ങനെയെങ്കിലും ബോധം കെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന്, ചാക്കിൽ കൊണ്ടുപോയി ഇട്ടോളാം എവിടെയെങ്കിലും എന്നുള്ളൊരു ഇതിലാണ് ആൾ സംസാരിച്ചെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണ്, തലാല് അവിടെ വന്നപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആള് ആകെ ഒന്നും ഏൽക്കുന്നില്ല. ഈ ഫസ്റ്റത്തെ ഇഞ്ചക്ഷനിൽ തലാലിന് ഒന്നും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് ഇഞ്ചക്ഷൻ അപ്പൊ വീണ്ടും ഒരെണ്ണം കൂടി കൊടുത്തപ്പോൾ തലാല് വളരെ മരണവെപ്രാളം കൊണ്ട് ഇതായി, ഭയങ്കര ആക്ഷനൊക്കെ ആയി. അപ്പൊ ഇവൾക്ക് ആകെ ഭയം ജനിച്ചു. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം. ആൾക്ക് ഭയം ജനിച്ചപ്പോ ആൾക്ക് നിമിഷപ്രിയക്ക് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അൽപ്രാക്സ് ഒരെണ്ണം കഴിച്ചു. എന്നിട്ടും ഒന്നും ഇതാവുള്ള വീണ്ടും അൽപ്രാക്സ് എടുത്ത് കഴിച്ചപ്പോ ആള് ഇതായി, മെന്റലി ഡൗൺ ആയി ആള്. ഇപ്പൊ എന്താണ് സംഭവിക്കണേന്ന് ഒരു മരവിപ്പിലൊന്നും അറിയാനും പറ്റില്ല, എന്നാ പ്രതികരിക്കണുണ്ട്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ നിമിഷപ്രിയ ഇരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഹനാനെ വേഗം വിളിച്ചപ്പോൾ ഹനാൻ പറഞ്ഞു, ഇത് ഞാൻ ഇനി നോക്കിക്കൊള്ളാം. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ ആ BP ചെക്ക് ചെയ്തിരുന്നു? അപ്പൊ പറഞ്ഞു, ചേച്ചി അതില് ആൾക്ക് BP ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നീ കൊന്നു എന്ന് പറയുന്നത്? BP ഉണ്ടായ ആള് ഒരിക്കലും നീ കൊല്ലുന്നില്ലല്ലോ. അവിടെയാണ് ഞാൻ ആ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം BP ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി ചെയ്തിട്ടില്ല. പിന്നെ ഹനാനാണ് പിന്നെ വന്നിട്ട് ഈ സംഭവം ചെയ്യുന്നത്. ഈ പിന്നെയൊക്കെ ഒരു ഹനാൻ ആരെന്ന് കൂടെ ഒന്ന് വിസ്തരിക്കാം. കൂട്ടുകാരിയാണെന്നാണ് എന്നോട് പറഞ്ഞ, അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരി. ഹനാൻ വന്ന് താമസിക്കുകയും ചെയ്യുന്നുണ്ട് റൂമിൽ എന്ന് തോന്നുന്നു. അപ്പോ ഹനാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ 2 അൽപ്രാക്സ് കഴിച്ചു നോക്കുക, പറയാ അതിന്റെ വ്യത്യാസം. അപ്പോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം കെറ്റാഡിനാണ് തലാലിന് കൊടുത്തത്. പിന്നെ അത് ഒക്കെ അല്ലാണ്ടാണ് വേറെ ഒരെണ്ണൂടി കൊടുത്തപ്പോൾ ഡബിൾ ഡോസ് ആയപ്പോഴാണ് ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നത്. ഇത് ഭയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. BP നോക്കിയപ്പോ BP ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും അവള് അതും തൊട്ടിട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. അതായത് പിന്നെ ഹനാനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇവളോട് ചാക്ക് പിടിക്കാനൊക്കെ സഹായിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതും നമുക്ക് അവള് ആ ഇതില് ചെല്ലുന്നു, സഹായിക്കുന്നു. പക്ഷെ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടന്നതെന്ന് അവൾക്കത് അംഗീകരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു ഇത് കൂടി അവള് വായെന്ന് പറയുന്നുണ്ട്. ഇനി നിമിഷപ്രിയോട് നേരിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്. ആൾക്ക് ഹനാനാണ് ഇതിന്റെ പിന്നിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഹനാനിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹനാൻ പറഞ്ഞിരുന്നു എന്റെ പേര് പറയരുതെന്ന് പറഞ്ഞിരുന്നു, ഞാൻ സഹായിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയ ഈ സഹായം ഒരു കുട്ടിയെ ഇത്രയും ആരും സഹായിക്കാനില്ലാതെ നമ്മൾ ഒരാള് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കണ്, കൊല്ലുന്നൊക്കെ ഉള്ള ഒരു ഭീഷണി അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ടോർച്ചറിങ് തലാലിന്റെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ടും ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ടും പാസ്പോർട്ടോ ഫോണോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പേടിച്ചുകൊണ്ട് ഇവള് സഹായിക്കുമ്പോൾ അതൊരു സന്തോഷമായിട്ട് തന്നെ അതിനെ ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി അത് ഉപയോഗിക്കുക ചെയ്തത്. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇവള് ഹനാൻ പറഞ്ഞു, 1 മാസത്തേക്ക് നീ മാറി താമസിക്കുക ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ പുറത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുക ചെയ്തത്. ആ സമയത്ത് നമ്മുടെ കോടതി പോലീസ് കേസാവുകയും ഇങ്ങനെ ഇവളാണ് കൊലപാതകം ചെയ്തതെന്ന് വരികയാണ് അവിടെ വന്നത്. അങ്ങനെയാണ് ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ഇവളെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി കോടതികൾ കയറ്റുമ്പോൾ ഹനാൻ ഒരു കൂട്ടാളി എന്നുള്ളൊരു രീതിയിൽ ചെറുതായിട്ട് വരികയും അവിടെ സംസാരിക്കപ്പെടുകയും പിന്നെ ഹനാന്റെ പേര് പറഞ്ഞപ്പോൾ അവളെ ചെറിയ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടായത് അവരെ. പിന്നെ ഇവൾക്ക് ഇതിന്ന് അങ്ങോട്ട് മാറിപ്പോകാനും പറ്റാത്തൊരു അവസ്ഥ വന്നു. കാരണം വെച്ചാൽ ഇവള് തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പായി. ഇവളുടെ പേരിൽ ഈ 1 മാസം താമസിച്ചുകൊണ്ട് കൊലപാതകം ചെയ്തിട്ട് ഒളിവിൽ പോയി എന്നുള്ള ഒരു കാരണം കൂടി വന്നു. ഇങ്ങനെയാണ്. അപ്പൊ ഹനാന് ഇനി ഉച്ചത്തിൽ നമുക്ക് അവർ പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഹനാൻ എന്താണ് ചെയ്തതെന്ന് വ്യക്തമായി തെളിവെടുപ്പ് വരികയാണെങ്കിൽ നമ്മുടെ മോളെ രക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അന്ന് നിമിഷ പറഞ്ഞത് വെച്ചിട്ട് ഇതാണ്. ഇനി എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടി ഡീപ്പായിട്ട് അറിയാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ഒന്ന് റീ ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയാം. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ധാരാളം ബുദ്ധിമുട്ടും വേദനയും അനുഭവിച്ചിരുന്നു. ഇത് അവിടെ ഒരു വാച്ച്മാനോടും ഹനാനോടും പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിന്റെ ഭാഗമായി ആ നിമിഷപ്രിയ തലാലിനെ ഇഞ്ചക്ട് ചെയ്തു എന്നുള്ള സത്യമാണ്. ആ ഇഞ്ചക്ട് ചെയ്തു. അപ്പൊ ആദ്യത്തെ ഇഞ്ചക്ഷന് തലാലിന് വേണ്ട രീതിയിൽ ഇഫക്റ്റ് ഉണ്ടായില്ല.
രണ്ടാമത് വീണ്ടും ഇഞ്ചക്ട് ചെയ്തു. അപ്പോഴാണ് ഒരു യെസ്. പക്ഷേ എന്താ പറയുക അദ്ദേഹം ഒരു വീക്ക് ആയത്. പക്ഷെ അപ്പം പോലും നിമിഷപ്രിയ അദ്ദേഹത്തിന്റെ പൾസൊക്കെ BP ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. ജീവനുണ്ട്. അതിനുശേഷമാണ് ഹനാനാണ് അപ്പോൾ ഈ കൃത്യം യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പോൾ ചെയ്തേക്കുന്നത്. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ സഹായിയും ഹനാൻ കൊലപാതകിയുമാണ് അല്ലെ? അത് കാരണം ഇനി പിന്നെ രണ്ടാമത് പോലീസിനോട് ഹനാൻ ഇതിൽ ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ അത് മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ട് ഹനാൻ അതിൽ പതുക്കെ താന്നു പോവുകയും ചെയ്തത്. ഹനാന്റെ കാര്യങ്ങൾ പതുക്കെ താന്നു പോവുകയും ഇവളെ ഒരു കൊലപാതകിയായിട്ടുള്ള ചിത്രീകരണത്തിലേക്ക് വന്നു എന്നാണ് അവിടെ നമുക്കും ഓട്ടോമാറ്റിക്കലി അത് ചിന്തിക്കുമ്പോൾ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് മോശമായിട്ട് നിമിഷപ്രിയനെ പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. ഒത്തിരി രീതികളിൽ ഞാൻ പ്രതികരിച്ചു. കാരണം ഒരിക്കലും നമ്മുടെ സമൂഹം അങ്ങനെ പറയരുത് സത്യം അറിയാതെ. നമ്മൾ അവിടെ പോയി അവസ്ഥകൾ പുറത്ത് നിൽക്കുന്ന രാജ്യത്ത് നിൽക്കുന്നവരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവത്തെ ഓർത്ത് മലയാളികൾ അവരെ സഹായിക്കുന്ന കരങ്ങളെ കൂടി ഇല്ലാതാക്കല്ലേ. ഇപ്പൊ തങ്ങള് ഒത്തിരി കടപ്പെട്ട് ഞാൻ ഇരിക്കുകയാണ്. കാരണം മുന്നേ സഹായിച്ച ഒരു പരിധി വരെ ലെവലിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തങ്ങള് പിന്നെ രാഹുല് ഈശ്വരനെ 2 ആഴ്ചയായിട്ടുള്ളൂ ഞാൻ കണ്ടിട്ട് തുടങ്ങിയിട്ടു. പെട്ടെന്ന് ഒരു കോണ്ടാക്ട് ചെയ്ത് കിട്ടിയത് കൊണ്ട് ഇതൊരു വലിയ കാര്യത്തിലേക്ക് പോവാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടട്ടെ എന്ന് വെച്ചിട്ടാ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന്. അപ്പോൾ തങ്ങളോടും ഞാൻ നന്ദി പറയാണ്. ബന്ധപ്പെട്ട് അവരെ നമുക്കൊരു എത്രയും പെട്ടെന്ന് ഞാനിത് മാധ്യമങ്ങളെ അടക്കം അറിയിക്കാം. കാര്യം അത് നമുക്ക് വേണ്ട രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യണം. കാര്യം ഇപ്പോൾ ലഭ്യമായ വിവരം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയോട് ക്ഷമിക്കാൻ ആ കുടുംബം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കുടുംബത്തിന് പോലും ഈ വാർത്ത അറിയില്ലായിരിക്കും. കുടുംബത്തിനും അറിയില്ല ഹനാനാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നിമിഷപ്രിയ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് തെറ്റായ ഒരു ഇൻഫോർമേഷൻ ഹനാന്റെ വീട്ടുകാരും ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടാവാം. അതും കൂടി നമ്മുടെ ഗവൺമെന്റ് ഹനാൻ അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതായിരിക്കും. എന്തായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കൃപ മാഡം പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ സംക്ഷിപ്ത രൂപത്തിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളുടെ ഭാഗമായി ഈ ഇഞ്ചക്ഷൻ കുത്തിവെക്കുമ്പോൾ 2 തവണ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പോലും ഈ വ്യക്തിക്ക് പൾസ് ഉണ്ടായിരുന്നു, ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹനാനാണ് ഈ കൃത്യം ചെയ്തത്. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ അക്കംപ്ലിസ് മാത്രമാണ്. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ആണെങ്കിൽ സഹായിയായിട്ട് മാത്രമാണ് പറയാൻ കഴിയുക. യഥാർത്ഥത്തിൽ കൊലപാതകം ചെയ്തത് ഹനാനാണ്. റൈറ്റ്? അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. നിമിഷപ്രിയോട് നേരിട്ട് ചോദിക്കൂ, അപ്പൊ നിങ്ങൾക്കും അത് മനസ്സിലാകും. അത് രീതിയിൽ വെളി വരാത്തതിന്റെ കാര്യം ആദ്യം ഇത് പറഞ്ഞതിൽ നിന്ന് പിന്നെ മാറ്റി പറയുകയാണ് എന്നുള്ളൊരു കാര്യം വന്നുകൊണ്ടാണ് നമ്മുടെ സംവാദങ്ങളിൽ പബ്ലിക് ഡിസ്കോഴ്സിൽ പ്രധാനമായി വരേണ്ട ഒരു ആംഗിളും കൂടി ഇതാണ് എന്നുള്ളതാണ്. ഞാനിത് ഇതില് മെയിനായിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എങ്ങനെയാണെന്ന് നിമിഷപ്രിയക്ക് അവിടെ അറിയില്ല. ആരൊക്കെ വിളിച്ചു പറയുന്നു, അതുപോലെ പറയാൻ പറയുന്നു, അവിടെ പറയുന്നു, അത് വളരെ മോശമായി പോകുന്നു. സത്യത്തില് ഓരോ നാട്ടിലും പ്രതികരിക്കേണ്ട രീതികൾ വേറെയാണ്. നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻസ് അവിടെ യുക്തമാവണമെന്നുമില്ല. അങ്ങനെയൊക്കെ കുറെ തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ആദ്യമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ആ കുട്ടി പുറത്തേക്ക് വന്ന നിമിഷപ്രിയ തീർച്ചയായിട്ടും രക്ഷപ്പെടുന്നു. എനിക്കൊരു നിമിഷപ്രിയക്കെതിരെ ഒരു സെന്റിമെന്റ് പലർക്കും ഉള്ളത്, നിമിഷപ്രിയ ഇത് ചെയ്തല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ എന്താ ഒരു കരുണ കാണിക്കേണ്ടതെന്നുള്ളതാണ്. അങ്ങനെയല്ല എന്നുള്ളതാണ് കൃപ മാഡം പറയുന്നത്. വളച്ചൊടിച്ച വാർത്തകൾ, തെറ്റായ വാർത്തകളാണ് അങ്ങനെ ഇതായത്, അല്ലാതെ വേറൊന്നുമല്ല. ഒരാൾ കണ്ടിട്ടില്ല. ആ കുട്ടിയും ആ സാഹചര്യങ്ങളും ഗൾഫിലും അല്ലെങ്കിൽ വിദേശത്തും ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രം ഊഹിക്കാവുന്ന കാര്യം. അവരൊക്കെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം നമ്മൾ മറ്റൊരു കൺട്രീസിൽ അതിൻ്റെതായ നിയമങ്ങളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. നാട്ടിൽ 4 നേരം ഉണ്ടും വസ്ത്രം ധരിച്ചും ഇറങ്ങി പോകുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരാണ് ഇത് ഇത്രയും മോശമാക്കി കളയുന്നത്. എന്തുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കുന്നില്ല? ഒരിക്കലും ഒരാൾ കൊലപാതകം ചെയ്യണമെന്ന് വെച്ച് ചെയ്യുന്നുണ്ടോ? സാഹചര്യങ്ങള് അവരുടെ പെങ്ങൾക്കാണ് ഇത് വന്നെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുമോ? എന്തുകൊണ്ട് എങ്ങനെ പ്രതികരിക്കും? അതാണ് സമൂഹം ചിന്തിക്കേണ്ടത്. ഇന്ന് പ്രത്യേകിച്ച് മലയാള സമൂഹം, കേരള സമൂഹം വളരെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് നമ്മുടെ സമൂഹത്തോട് പറയാനുള്ളത്, ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ യഥാർത്ഥത്തിൽ നമ്മുടെ മോളെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനിയും ദുഷ്ട മനസ്സ് വെച്ച് ചിന്തിക്കാതെ ആര് രക്ഷപ്പെടുത്തി എന്നുള്ളതിലല്ല, അവൾക്ക് നീതി കിട്ടണമെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. കൃപ മാഡം എനിക്ക് അവരെ തമ്മിൽ, അതായത് നിമിഷയുമായിട്ട് ചാറ്റ് ചെയ്തൊക്കെ ചില കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അത് സ്വകാര്യതയെ ലംഘിക്കുന്ന ആയതുകൊണ്ടാണ് വെളിയിൽ വിടാത്തത്. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. മാഡത്തിന് നിമിഷപ്രിയ എത്ര കാലമായിട്ട് അറിയാം? എന്ത് കോണ്ടെക്സ്റ്റിൽ അറിയുന്നത്? അറിയാം. അവൾക്ക് ഫോണൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. മെസ്സേജ് ഒക്കെയാണ് നമ്മൾ ചാറ്റ് ചെയ്തത്. അന്ന് പരിചയപ്പെട്ടതിന് ശേഷം കണ്ടിന്യൂ. പിന്നെ കുറച്ചു കാലം ഫോണ് യൂസ് ചെയ്തില്ല. കാരണം ഒരു ചെറിയ ഫോണാണ് കൊടുത്തേക്കണേ, അതും രഹസ്യമായിട്ട് കൊടുത്തിട്ട്. പിന്നെ അവളുടെ അമ്മേനെ ഞാൻ കാണാൻ പോയിരുന്നു. അത് നല്ല സൗഹൃദത്തിലാണ്. അമ്മ കരഞ്ഞു. എനിക്കതൊക്കെ വേദനയാണ്, അവരൊക്കെ കരയുന്നു.
വളരെയധികം നന്ദി മാഡം, താങ്ക് യു. ഞാനപ്പോ ഇത് എന്താ പറയുക, മാഡം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കാം. ഞാൻ പുറത്തേക്ക് വരട്ടെ ഇനി, പക്ഷെ അറിയാലോ. താങ്ക് യു സോ മച്ച് കേട്ടോ, താങ്ക് യു. താങ്ക് യു.